ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും വണ്ടിയിലിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിനക്ക് സാരി കിട്ടിയതുകൊണ്ടാണോ എത്ര സന്തോഷമെന്ന് സച്ചി ചോദിച്ചപ്പം ഇന്ന് ആ ടെക്സ്റ്റൈൽസിൽ വെച്ച് എൻ്റെ യഥാർത്ഥ ഭർത്താവിനെ കണ്ടു എന്ന് പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ഞെട്ടി നമ്മുടെ എന്നും ചോദിച്ചോട്ട് സച്ചി, അല്ല അതിൻ്റെ സന്തോഷം എനിക്കിന്ന്. അപ്പോൾ നിനക്ക് ഒറിജിനൽ ഭർത്താവ് വേറെ ഉണ്ടോ എന്ന് സച്ചി രേവതിയോട് ചോദിക്കും കേട്ടോ. അപ്പം ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവാണോ എന്ന് ചോദിച്ചപ്പം വേണ്ട കേട്ടോ, ആവശ്യമില്ലാത്തത് പറയരുത്, ഓരോന്ന് പറഞ്ഞ് എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് രേവതി സച്ചിയോട് പറയുക. ഒറിജിനലായിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടും എനിക്ക് ഒരേ ഒരു കാലമാടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു. കാലമാടനോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. പിന്നെ ശരിക്കുള്ള ഭർത്താവിനെ കണ്ടെന്ന് നീ പറഞ്ഞതോ? നിങ്ങളിലെ ശരിക്കുള്ള ഭർത്താവിനെ കണ്ടു എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ എന്നും പറഞ്ഞു നമ്മുടെ രേവതി. അപ്പോൾ അത് കേട്ടപ്പോൾ സച്ചിക്ക് പറഞ്ഞിരിക്കുക. ആ സെയിൽസ്മാൻ ഓരോ സാരികളെടുത്ത് എൻ്റെ ദേഹത്ത് വെച്ചപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നില്ലേ? അക്കാര്യം ഞാൻ പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നൊക്കെ എനിക്കറിയാമെന്ന് നമ്മുടെ രേവതി പറയാം. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞപ്പോൾ നീ വെറുതെ എന്നെ പരീക്ഷിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞു. ദേഷ്യം വന്നതുകൊണ്ടല്ലേ സെയിൽസ്മാനെ വഴക്ക് പറഞ്ഞത്, അത് ലേറ്റ് ആകുന്നത് കൊണ്ട് വഴക്ക് പറഞ്ഞതാണെന്നും പറഞ്ഞപ്പോൾ അതിന് നമ്മൾ പരീക്ഷയ്ക്കൊന്നും അല്ലല്ലോ പോകുന്നത്, വീട്ടിലേക്കല്ലേ പോകുന്നത്, ലേറ്റ് ആയാലും ഇപ്പം എന്താ അത്ര കുഴപ്പം എന്ന് രേവതി ചോദിക്കുക. അതുകൊണ്ടൊന്നും അല്ല നിങ്ങൾ അയാളെ വഴക്ക് പറഞ്ഞതെന്ന് എനിക്കറിയാം, അയാൾ അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് പിടിച്ചില്ല, അതാണ് ദേഷ്യം വരാനുള്ള കാരണം അല്ലേ എന്ന് രേവതി ചോദിക്കുക. അപ്പോൾ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് എന്നോട് സ്നേഹവും കരുതലൊക്കെ ഉണ്ടല്ലേ എന്ന് രേവതി ചോദിക്കുക. അപ്പോൾ സച്ചി ഒന്നും വേണ്ടതില്ല കേട്ടോ, എനിക്കെന്തായാലും സന്തോഷിക്കാനേ ഇതിൽ പരം എന്ത് വേണം എന്ന് സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചി മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ, ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒന്ന് ചിരിക്കും മനുഷ്യ, ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യാൻ പറഞ്ഞു രേവതി സച്ചിയോട്. നമ്മൾ ദീപാവലി ആഘോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നേ, സന്തോഷിക്കേണ്ട സമയത്ത് നമ്മൾ സന്തോഷിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ സന്തോഷം ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ്റെ നിർബന്ധം കാരണം മാത്രമാണ് ഞാൻ നിന്നെ കൂട്ടി ഇപ്പം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്, അല്ല ഞാൻ വരത്തൊന്നുമില്ലായിരുന്നു. ചിരിക്കുക, കരയുക, നേരെ നോക്കുക, അങ്ങോട്ട് നോക്കുക എന്നും പറഞ്ഞ് ഓരോ കണ്ടീഷൻ വയ്ക്കാതെ മിണ്ടാതിരുന്നോളാൻ പറഞ്ഞു സച്ചി രേവതിയോട്. ആയിക്കോട്ടെ എന്നും പറഞ്ഞു നമ്മുടെ രേവതി അങ്ങനെ ഇരിക്കുന്നു. പിന്നെ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയ സമയത്ത് അവരുടെ മുന്നിൽ ഒരു വണ്ടിക്കാരൻ കൊണ്ടുവന്ന് വണ്ടി ചവിട്ടി. നോക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പേര് ഇറങ്ങി വരിക. നോക്കുമ്പോൾ ആരാ? കുറേ ഗുണ്ടകൾ, അതാ ഫിനാൻഷ്യറുടെ ഗുണ്ടകളാണ്. അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ സച്ചിയോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. സച്ചി ഇറങ്ങുന്നില്ല. നിന്നോടാ പറഞ്ഞത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ. അപ്പോഴത്തേക്ക് സച്ചിയുടെ ബ്ലഡ് തിളയ്ക്കാൻ തുടങ്ങി. ഇറങ്ങടാ ഇങ്ങോട്ട്, ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ സച്ചിയുടെ വണ്ടി പിടിക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴത്തേക്ക് സച്ചി ഉമാരുടെ ദേഹത്ത് കൈ വെക്കാൻ നോക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇടയ്ക്ക് എറിയൂ സച്ചേട്ട വേണ്ട വേണ്ട എന്നും പറഞ്ഞു. ഒന്നും ചെയ്യല്ലേ സച്ചേട്ട, വേണ്ട വേണ്ട എന്നും പറഞ്ഞു. അപ്പം നിനക്ക് ഞങ്ങളെ മനസ്സിലായില്ലേടാ എന്നും ചോദിച്ച്, ഒന്ന് രണ്ട് നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ടടാ എന്നൊക്കെ പറഞ്ഞ് വന്നവരിങ്ങനെ പറയുമ്പോൾ മനസ്സിലായിടാ, ആ ഫിനാൻഷ്യയുടെ ആളല്ലേ നിങ്ങൾ, എന്താടാ ഇവിടെ? അപ്പം നീ വാടകയൊന്നും അടയ്ക്കുന്നില്ലല്ലോ, കാറ് പിടിച്ചോണ്ട് ചെല്ലാനായിട്ട് ബോസ് പറഞ്ഞിരിക്കുകയാണെന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ സച്ചിയോട് അവർ പറഞ്ഞപ്പോൾ കാറ് പിടിച്ചോണ്ട് പോകാനോ? എടോ, ഞാൻ ഒരാഴ്ചത്തെ വാടക മാത്രമേ കൊടുക്കാനുള്ളൂ, ഞാനത് കൊടുത്തോളാമെന്ന് അദ്ദേഹത്തിനോട് പറയാൻ പറഞ്ഞപ്പോൾ അതൊക്കെ നീ നേരിട്ട് എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇപ്പം കാറ് കൊണ്ടുപോകുമെന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറയാം. അത് കേട്ടപ്പോഴത്തേക്കും അയ്യോ സച്ചേട്ടാന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക കേട്ടോ. എടാ വണ്ടി എടുക്കുന്നു പറഞ്ഞ് ഒരാളെ പറഞ്ഞു വിട്ടപ്പോഴേക്ക് സച്ചി അയാളെ കയറി കൈവച്ചു. ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടി അവളുടെ വീട്ടിൽ പോവാം, ഞാൻ അവളെ അവിടെ വിട്ടതിന് ശേഷം നിന്റെ ബോസിനെ നേരിട്ട് കണ്ടുവന്ന് വാടക കൊടുത്തോളാം എന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ അതൊന്നും നടക്കില്ല സച്ചി, ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ ചെയ്തിരിക്കും. അപ്പോൾ ഒരാഴ്ചത്തെ വാടകയല്ലേ കൊടുക്കാനുള്ളത്, അതിന് വഴി പിടിച്ചു നിർത്തി വണ്ടി പിടിച്ചുകൊണ്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ വാടക മുടങ്ങിയത് കാരണം മാത്രമാണ് സച്ചി, കാർ എന്തിനാ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുക. അപ്പോൾ ബോസിൻ്റെ അദ്ദേഹത്ത് കൈവച്ചാൽ അദ്ദേഹം വണ്ടി ഓടിക്കാൻ തരുവോടാ എന്ന് ചോദിച്ച് ഇവർ സച്ചിയോട് ദേഷ്യപ്പെടും. അപ്പോൾ രേവതി ഇതൊക്കെ കേട്ട് വല്ലാണ്ട് നിൽക്കുക. അന്നേ നിനക്കുള്ള പണി അത് ബോസ് തരേണ്ടതായിരുന്നു, കുറച്ച് വൈകിപ്പോയെന്നേ ഉള്ളൂ എന്നൊക്കെ ഇവർ പറയണു. രേവതിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ കാർ കൊണ്ടുപോയിരിക്കും, അതിനൊരു മാറ്റമില്ലെന്ന് പറഞ്ഞപ്പോൾ വാടക കൊടുക്കാമെന്ന് സച്ചേട്ടൻ പറഞ്ഞല്ലേ, പിന്നെയും നിങ്ങൾ എന്തിനാ വാശി പിടിക്കുന്നതെന്ന് രേവതി അന്നേരം ഇവരോട് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഒരമണിക്കൂറിനകം ഞാൻ വാടക കൊണ്ടുതരാൻ നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ നോക്ക് സച്ചി, ഇത് ഞങ്ങളെ ഏൽപ്പിച്ച ജോലിയാ, ഞങ്ങൾക്ക് കാർ കൊണ്ടുപോയേ പറ്റൂ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് അവർ സച്ചിയോട് പറയുന്നു. രേവതി ആകെ വിഷമിച്ച് നിൽക്കുക. നീ കാർ എടുക്കടാ എന്നും പറഞ്ഞുകൊണ്ട് കാർ എടുപ്പിക്കാനായിട്ട് നോക്കുന്നു. ആ സമയത്ത് സച്ചേട്ടാന്നും പറഞ്ഞു രേവതി ആകെ വിഷമിച്ച് നിൽക്കുന്നു. വണ്ടി കയ്യിൽ നിന്ന് പോയി. ഈ സമയത്ത് അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇവർ രണ്ടുപേരും കൂടി അങ്ങനെ അങ്ങ് എടുത്തു. ഇവന്മാർ കാറും കൊണ്ടും പോയി. വഴിയിലായി അവർ രണ്ടുപേരും. അതവരെ അച്ഛനെ മുന്നേ ഏൽപ്പിച്ചിരുന്നു എന്നൊരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിലേ എനിക്ക് കാശിനായി ഫിനാൻഷ്യറുടെ മുന്നിൽ പോകേണ്ടി വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് അതും രേവതിക്ക് കുറ്റം. അദ്ദേഹമായിട്ട് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയാം. ഇപ്പോൾ നോക്ക്, സ്വന്തം കാറും പോയി,
വാടകക്കാരും പോയെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുക. സന്തോഷമായില്ലേ നിനക്ക്, നീ നന്നായിട്ട് ചിരിക്കാൻ പറഞ്ഞു, 32 പല്ലും കാണിച്ച് നീ ചിരിക്കാനായിട്ട് പറയുമ്പോൾ അച്ഛനെ ആധാരം ഏൽപ്പിച്ച കാര്യം നിങ്ങളോട് പറയാനായിട്ട് ഇരുന്നതാ, അപ്പോഴാണ് നിങ്ങൾ പുറത്തോട്ടം. ചുമ്മാ ഓരോരോ കാരണങ്ങൾ പറയല്ലേ നീ എൻ്റെ മുന്നിൽ. ദേ റോട്ടിൽ ഇറക്കി വിട്ടവർ കോർ കൊണ്ടങ്ങ് പോയി. ഓ, ഏത് സമയത്താണ് എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ തോന്നിയതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ രേവതിയെ വഴക്ക് പറയാം. അപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോകണ്ട, നമുക്ക് തിരികെ പോകാമെന്ന് രേവതി പറഞ്ഞു. അപ്പോൾ അച്ഛനെ ഓർത്തിട്ടാണ് ഞാൻ തിരികെ പോകാത്തത്, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് പോയേനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി ദേഷ്യപ്പെടുക. ഇവിടെ നിന്നാൽ ഇനി ഓട്ടോ കിട്ടുമാവുമെന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ എന്നിട്ട് ഓട്ടോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അരിയിലേക്ക് പോവുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ലക്ഷ്മി ഇവരെയും കാത്ത് വഴിയിൽ നിൽക്കുന്നു. അപ്പോഴേക്കും കുറേ ഒരു ചേട്ടനും ചേച്ചിയും കൂടെ വന്നു. ദീപാവലി തലേന്ന് അവർ വരുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ അവർ വരുമെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയും പറയുവാണ് രേവതിയെ സച്ചിയെയും പറ്റി. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോ ഇവരുടെ വീട്ടുമുറ്റത്തേക്ക് വരുന്നത്. നോക്കുമ്പോൾ എന്താ, ഓട്ടോയിൽ ഇവർ രണ്ടുപേരും വന്ന് ഇറങ്ങുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ അയ്യോ അവർ വന്നല്ലോ എന്നും പറഞ്ഞു നമ്മുടെ ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് ദേവുവിനോട് ആരതിത്താട്ടം ഒക്കെ പോയി എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു. ദേവു ആണെങ്കിൽ ആരതിത്തട്ട് എടുക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും സന്തോഷം അഭിനയിച്ച് ഇവരുടെ മുന്നിലേക്ക് വരിക. അപ്പോൾ മോളെ എന്ന് പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിക്കുന്നു. ചേട്ടാന്ന് പറഞ്ഞ് വന്ന് അളിയൻ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് മോളെ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ചേച്ചിയും ചേട്ടനും സച്ചിയോട് നമസ്കാരമൊക്കെ പറയുവാണ്. എന്തൊക്കെയുണ്ട് സച്ചി, സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമായിട്ട് വരികയാണെന്നൊക്കെ സച്ചി പറഞ്ഞു കേട്ടോ. അന്നേരം നിങ്ങളുടെ കാര്യം ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ വന്നെന്ന് ആ ചേച്ചി അന്നേരം സച്ചിയോട് പറയാം. സച്ചി ഇവരുടെ മുന്നിൽ വളരെ സ്നേഹത്തോടെ അതിക്കുന്നത്. രണ്ടുപേരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്നൊക്കെ പറയുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഇവർ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ദീപാവലിക്ക് കയ്യിലൊരു കുഞ്ഞുമായിട്ട് വേണം കേട്ടോ നിങ്ങൾ വരാനെന്നൊക്കെ രേവതിയോട് സച്ചിയോട് ചേച്ചിമാർ പറയുമ്പോൾ അയ്യോ ഏതെങ്കിലും കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നാൽ പോലീസ് അങ്ങോട്ട് പുറകെ വരത്തില്ലേ എന്ന് സച്ചി ചോദിക്കുക. അത് കേട്ടപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരണം എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാ ചേച്ചി പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ സച്ചി ഇങ്ങനെ ചമ്മി നിൽക്കുന്നു. അപ്പോൾ രേവതി ഇങ്ങനെ വല്ലാത്തൊരു നിൽക്കുക. അടുത്ത ദീപാവലിക്ക് മുന്നേ നിങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം, മനസ്സിലായോ എന്ന് ആ ചേട്ടൻ ഇങ്ങനെ സച്ചിയോട് ചോദിക്കുവാണ്. അങ്ങനെ അതും പറഞ്ഞ് ഇവർ നിൽക്കുമ്പോൾ സച്ചി ഇങ്ങനെ രേവതി ഒരു നോട്ടം. അല്ല സച്ചി, നിങ്ങളെന്താ ഓട്ടോയിൽ വന്നത്, നിൻ്റെ കാർ എവിടെയാണെന്ന് ചോദിച്ചു. അത് പിന്നെ ഞങ്ങളെ കാറ് വർക്ക്ഷോപ്പിലാണ് ഉള്ളതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അന്നേരം പറയാം സർവീസ് ചെയ്യാൻ കൊടുത്തിരിക്കാം, മറ്റന്നാൾ കിട്ടുമെന്ന് രേവതി പറഞ്ഞപ്പോൾ ഇങ്ങനെ സ്വന്തം വിട്ട് നിൽക്കുവാണ് നമ്മുടെ സച്ചി. രേവതി ഇത്രയും നുണയൊക്കെ പറയുമോ എന്നിങ്ങനെ ഓർത്തിട്ട്. അപ്പോഴേക്ക് നമ്മുടെ ദേവു ആരതിത്തട്ട് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ആരതിത്തട്ടും കൊണ്ട് വന്നപ്പോൾ മോളെ നീ സച്ചിയുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു അമ്മ. അത് കഴിഞ്ഞ് പിന്നെ ആരതി ഒഴിയാം. അപ്പോൾ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ എന്ന് സച്ചി ചോദിച്ചപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഒരു സമ്പ്രദായമാണെന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയുക. അപ്പോൾ നമ്മളായിട്ട് എന്തിനാ മക്കളെ അതൊക്കെ തെറ്റിക്കുന്നത്, അതൊക്കെ ചെയ്യണം. അതുമാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആദ്യത്തെ ദീപാവലി അല്ലേ എന്ന് ചോദിച്ചു. ഞാനെന്തോ വലിയ കാര്യം ചെയ്തിട്ട് വരുവാണോ അമ്മേ ഈ ആരതി ഒഴിയാനെന്ന് സച്ചി അന്നേരത്തേക്കും ലക്ഷ്മിയോട് ചോദിച്ചു കേട്ടോ. പിന്നെ നിങ്ങളുടെ മകളെ ആരതി ഒഴിഞ്ഞ സ്വീകരിക്കുക, ഇവളാണല്ലോ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു സച്ചി. ഇവള് കാരണം പലർക്കും പലതും നടന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പ്രണയിച്ച് നടന്നവരെ ഒന്നിപ്പിച്ചത് വരെ നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് സച്ചി ഇങ്ങനെ ശവത്തെ കുത്തിക്കൊണ്ടിരിക്കുക. അപ്പം മോൻ ഇപ്പോൾ ഒന്നും പറയണ്ട, മോള് പോയി ആരതി ഒഴിയാൻ പറഞ്ഞു ദേവുവിനോട് നമ്മുടെ ലക്ഷ്മി. അതിനുശേഷം ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സച്ചി ഞങ്ങൾ ഇറങ്ങുക കേട്ടോ എന്നാൽ ചെല്ല് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി ചേട്ടനും അങ്ങ് പോയി ഇവരെ വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക അവർ. അത് കഴിഞ്ഞ് ഇവരകത്തേക്ക് കയറി ചെന്നു. അതിനുശേഷം ഇവർക്ക് കൊടുക്കാനുള്ള ഡ്രസ്സൊക്കെ കൊടുത്തു. എല്ലാവർക്കും വേണ്ടി ഡ്രസ്സ് എടുത്തതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുക കേട്ടോ. ആ സമയത്ത് അമ്മയുടെ മകള് സ്കൂളിൽ പഠിക്കുമ്പോൾ വേറെ ഏതെങ്കിലും കോഴ്സിനൊക്കെ പോയായിരുന്നു എന്ന് ചോദിച്ചു ഈ സച്ചി. അല്ല, ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കമ്പ്യൂട്ടർ കോഴ്സ്, സമർത്ഥ ക്ലാസ് അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമല്ലോ. സമർത്ഥ ക്ലാസ് അല്ല, സമ്മർ ക്ലാസ് എന്നും പറഞ്ഞാൽ ഞങ്ങളെ തിരുത്തി കൊടുക്കുമ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെയൊന്നും അവൾ പോയിട്ടില്ല മോനെ, എന്താ ഇപ്പോൾ ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അല്ല നിങ്ങളുടെ മോള് വാ തുറന്നാലേ കള്ളം മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ കരുതി ഇത് ഏതോ കോഴ്സിനെ ചേർന്ന് പഠിച്ചതാണെന്നും. എന്ത് മനോഹരമായിട്ടാണ് കള്ളം പറയുന്നതെന്നൊക്കെ സച്ചി ഇവിടെ ഇരുന്ന് പറയാം. അപ്പോൾ സ്വന്തം ട്രെയിനിങ്ങിൽ പഠിച്ചതാണല്ലേ. ഞാൻ എപ്പോഴാണ് സച്ചേട്ടനോട് കള്ളം പറഞ്ഞത്? കാർ വർക്ക്ഷോപ്പിലാണ് ഉള്ളതെന്ന് കുറച്ചും പഠിച്ചു കേട്ടല്ലോ, എന്താ അത് കള്ളമല്ലേ, എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ കാറ് കൊണ്ടുപോയത് എന്തിനാ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്നത്, അതാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് രേവതി അന്നേരം പറയുന്നു സച്ചിയോട്. അത് കേട്ടപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. മോനെ കാറിന് എന്താ പറ്റിയേ എന്ന് ലക്ഷ്മി ചോദിച്ചു. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഓരോന്ന് പറ്റിക്കൊണ്ടിരിക്കുകയല്ലേ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന് സച്ചി അന്നേരം പറയൂ. അത് കേട്ടപ്പോൾ ഇവർക്ക് ആകെ ഒരു വിഷമവും സങ്കടമൊക്കെ. ആദ്യം സ്വന്തം കാറ് പോയി, ഇപ്പോൾ വാടകക്കാറും പോയി എന്നും പറഞ്ഞാണ് സച്ചി ഇങ്ങനെ
പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യറുടെ ആൾക്കാർ അത് പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞ് ഇവർ ഇതായി വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഫിനാൻഷ്യറുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി, അതാ കാരണമെന്നുള്ള കാര്യവും സച്ചി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സച്ചി അത് പറയുന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി താരം അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത കാര്യങ്ങൾ മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നും പറഞ്ഞ് അവിടെയും രേവതിയെ കുറ്റപ്പെടുത്തുക സച്ചി. അയാളുടെയൊക്കെ മുന്നിൽ പോയി തല കുനിച്ച് നിൽക്കേണ്ടി വന്നു എനിക്കെന്നൊക്കെ പറഞ്ഞാണ് സച്ചി ദേഷ്യപ്പെടുന്നത്. അത് കേട്ടപ്പോൾ എന്തിനാ ഇപ്പോൾ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നേ എന്ന് രേവതി ചോദിച്ചു. വാടക കാശ് കൊടുത്താൽ കാറ് തിരികെ തരൂ അദ്ദേഹം എന്ന് രേവതി ചോദിക്കുവാണേ. അമ്മേ ദേ സംസാരിച്ച് നിൽക്കാതെ സച്ചേട്ടന് കുടിക്കാൻ ചായ എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവരെ അകത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു വിട്ടിട്ട് ശരത്തെ നീ മാർക്കറ്റിൽ പോയി ചിക്കനും മീനും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ശരി സച്ചേട്ടൻ ഞാൻ പോയിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് ശരത്ത് അവിടെ നിന്ന് പോയി. ശരത്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അതെ പുറത്തേക്ക് വന്നേ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കാര്യമെന്ന് ചോദിച്ചു. പറയാം ഇങ്ങ് വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ട് പോവാ. അപ്പോൾ ഞാൻ വരാം എന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ രേവതി പറയാനുള്ളത് നിനക്ക് അവിടെ വെച്ച് പറഞ്ഞാൽ പറയാം, എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് സച്ചി രേവതിയോട് ചോദിക്കാം. വന്ന ഉടനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തിനെന്നെ കളിയാക്കിയതെന്ന് രേവതി ചോദിച്ചപ്പോൾ ഞാൻ കളിയാക്കിയതൊന്നുമല്ല കാര്യം പറഞ്ഞതാണെന്ന് പറഞ്ഞു സച്ചി. ഇതാണോ കാര്യം? ദേ നോക്ക്, ചിലരൊക്കെ വിശ്വസിച്ച് പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഞാൻ മനസ്സറിഞ്ഞ ഒരു കുറ്റവും ചെയ്തിട്ടില്ല സച്ചേട്ടാ. നിങ്ങൾക്ക് എന്നെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യണമെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ ചെന്നിട്ടാവാം. അവിടെ വെച്ച് നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഇവിടെ വെച്ച് അത് ചെയ്യരുത്. പിന്നെ എവിടെ വെച്ച് പറഞ്ഞാൽ ഞാൻ പറയാനുള്ളത് എവിടെ വെച്ചാണെങ്കിലും പറയുമെന്ന് സച്ചി അന്നേരം രേവതിയോട് പറഞ്ഞപ്പോൾ നമ്മൾ വന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇവിടെയുള്ള എല്ലാവരും, അത് നിങ്ങളായിട്ട് കെടുത്തി കളയരുതെന്ന് പറഞ്ഞു രേവതി സച്ചിയോട്. പിന്നെ നല്ലൊരു ദിവസമാണ്, സന്തോഷത്തോടെ ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്, അത് നിങ്ങളായിട്ട് നശിപ്പിച്ച് കളയരുതെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെയും അനിയൻ്റെയും അനുജത്തിയുടെയും സന്തോഷം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. ദേ അത് നിങ്ങൾക്ക് ഓർമ്മ വേണമെന്ന് രേവതി സച്ചിയോട് പറയുകയാണ്. അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇനി അകത്തേക്ക് വരാൻ പറഞ്ഞ് രേവതി അകത്തേക്ക് പോകുമ്പോൾ നിൽക്കേ ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. എവിടെ പോവാ? മനസ്സൊന്നും ശരിയല്ല, കാറ് പിടിച്ചുകൊണ്ട് പോയില്ലേ, ഞാൻ ആ ഫിനാൻഷ്യറി ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ദീപാവലി കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പോയി കണ്ടാൽ പോരെ എന്ന് രേവതി എന്തേലും ചോദിച്ചു. ഇപ്പം തന്നെ ചെന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് സച്ചി പറയാം. ഒരാഴ്ചത്തെ വാടകയിലേ കൊടുക്കാനുള്ളൂ, അത് കൊടുത്ത് ആ കാറ് തിരികെ തരുമോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. അപ്പോൾ സച്ചി പോകാനായിട്ട് തുടങ്ങി. അതെ സച്ചി ഏട്ടാ കാറിലല്ലോ, എങ്ങനെ പോകും എന്ന് ചോദിച്ചു. എനിക്ക് 2 കാറുണ്ടല്ലോ, ഞാൻ ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോയിക്കോളാം, ഞാൻ വന്നേക്കാം എന്നും പറഞ്ഞ് പോവുക. അപ്പോൾ സച്ചേട്ടാ ഞാൻ പറഞ്ഞു ഒന്നും മറക്കരുത് കേട്ടോ സച്ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ എന്താ നീ പറഞ്ഞത് എന്ന് സച്ചി രേവതിയോട് ചോദിക്കാം. ഈ വീട്ടിലുള്ളവരുടെ സന്തോഷം നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത് എന്ന്. അങ്ങനെ നീ പറഞ്ഞായിരുന്നോ? ശരി എന്നാൽ ശരി പോയിട്ട് വേഗം വരാൻ പറഞ്ഞു. അങ്ങനെ സച്ചി രേവതിയോട് പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് കയറിപ്പോയി. സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോഴേക്കും അമ്മ കുടിക്കാനുള്ളതായിട്ട് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ മോളെ സച്ചി എവിടെയാണെന്ന് ചോദിച്ചു. ഫിനാൻഷ്യറെ കാണാൻ പോയത് അമ്മയെന്ന് പറഞ്ഞു. കാറിൻ്റെ വിഷയം സംസാരിക്കാനായിട്ട് ഇപ്പോൾ വന്നോളൂ എന്നും പറഞ്ഞ് രേവതി അകത്തേക്ക് കയറി പോവുക. അപ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ നീ എന്നോട് പറഞ്ഞിരുന്നല്ലോ സച്ചിയുടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ സ്നേഹത്തിലാണെന്ന്. എന്നിട്ട് അവൻ്റെ സംസാരത്തിൽ ദേഷ്യം കുറഞ്ഞതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലോ എന്ന് അമ്മ പറയുമ്പോൾ എൻ്റെ അമ്മേ സച്ചേട്ടനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ, ഓരോ സമയത്തും ഓരോരോ സ്വഭാവം, അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ വിട്ടുകളാ, അമ്മ ഒന്നും ഉണ്ടാക്കാൻ തുടങ്ങിയില്ലല്ലോ, ബാ നമുക്ക് അടുക്കളയിലേക്ക് പോകാം വാ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി അമ്മയും കൂട്ടി അകത്തേക്ക് പോയി. ഈ സമയത്ത് കാറിൻ്റെ അടുത്തേക്ക് നമ്മുടെ സച്ചി ചെന്നപ്പോൾ അവിടെ വണ്ടി കിടപ്പുണ്ട്. സച്ചി എന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ തൊട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ സച്ചിക്ക് ഒരുപാട് സങ്കടമായി. അപ്പോഴേക്കും ആ വണ്ടി പിടിച്ചുകൊണ്ട് വന്നവർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എടാ കാറിൽ തൊടരുത്, കൈ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ കാറിൽ തൊട്ട എന്താടാ എന്ന് സച്ചി. ഇത്രയും നാളും ഈ കാറ് തൊട്ട് ഓടിച്ച് അതിൻ്റെ ബോസിന് ഞാൻ കാശ് കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പം ഞാനൊന്ന് തൊട്ടാൻ തലിഞ്ഞു പോകുമോ എന്നും ചോദിച്ചാൽ സച്ചി ദേഷ്യപ്പെടുന്നു. നാട് റോഡിൽ തടഞ്ഞു നിർത്തി വണ്ടി എടുത്തുകൊണ്ട് പോയി നിങ്ങളെ വെട്ടി പൊളിക്കണമെന്ന് പറഞ്ഞപ്പോൾ സച്ചി വേണ്ട നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോന്ന് അവർ ചോദിച്ചു. എനിക്ക് നിങ്ങളുടെ ബോസിനെ ഒന്ന് കാണണമെന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ സച്ചി അകത്തേക്ക് പോവാ. നിന്നവന്മാരെയൊക്കെ അടിച്ചോടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അവർ പോകാൻ സച്ചിയെ സമ്മതിച്ചില്ല. സച്ചി ഇവന്മാരെയൊക്കെ തള്ളി എറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുക കേട്ടോ. ഫിനാൻഷ്യർ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സച്ചി ഇടിച്ച് കയറി ചെന്നപ്പോഴത്തേക്ക് ഇവന്മാരെല്ലാം കൂടെ പുറകെ സച്ചി സച്ചി എന്ന് പറഞ്ഞ് ചെല്ലുക. അപ്പോൾ ഇയാൾ ചോദിച്ചു സച്ചി നിനക്ക് എന്താ വേണ്ടത്? സാറേ നിങ്ങൾ എന്തിനാ ഞാൻ ഓടിക്കുന്ന കാർ പിടിച്ചെടുത്തത് എന്ന് ചോദിച്ചു സച്ചി. ഒരാഴ്ചത്തെ വാടക തരാത്തത് കൊണ്ടാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. എൻ്റെ സ്വന്തം കാർ വിൽക്കേണ്ടി വന്നെനിക്ക് ഏക വരുമാന മാർഗം ആ കാറ് മാത്രമാണ്. തരാനുള്ള വാടക കാശ് ഞാൻ തരാം, എനിക്ക് കാറ് തിരികെ തരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇയാൾ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക. എൻ്റെ ഭാര്യയും കൂട്ടി യാത്ര ചെയ്യുമ്പോഴാണ് ഇവർ കാറ് തടഞ്ഞു നിർത്തി വണ്ടി എടുത്തുകൊണ്ട് പോയത്. എൻ്റെ ഭാര്യയ്ക്ക് മുന്നിൽ വെച്ച് ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ ഇയാൾ ഇങ്ങനെ ഒന്ന് ചിരിക്കുക കേട്ടോ. അതും നമ്മുടെ സച്ചിയെ കളിയാക്കിക്കൊണ്ട്. എന്താ അപമാനം തോന്നിയോ നിനക്ക്?
എടാ നിന്റെ ഭാര്യയ്ക്ക് മുന്നിൽ നീ ഓടിക്കുന്ന കാറ് പിടിച്ചെടുത്തപ്പോൾ നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എൻ്റെ ഓഫീസിൽ വന്ന് എൻ്റെ ആളുകളുടെ മുന്നിൽ വെച്ച് എൻ്റെ മേൽ കൈവയ്ക്കാൻ നോക്കിയാൽ എനിക്ക് എന്തൊക്കെ തോന്നുവടാ എന്ന് ഇയാൾ സച്ചിയോട് ചോദിക്കുക. സച്ചി അടി വാങ്ങിക്കേണ്ട വർത്തമാനല്ലേ നിങ്ങളന്ന് പറഞ്ഞതെന്ന് സച്ചി ചോദിക്കുക കേട്ടോ ഇദ്ദേഹത്തിനോട്. എത്ര കാലത്തെ ഇടപാടുണ്ട് നമ്മൾ തമ്മിൽ, അതൊന്നും കണക്കിലെടുക്കാതെ ഞാൻ കാശ് ചോദിച്ചിട്ട് സാർ എനിക്ക് തന്നില്ലല്ലോ. അത് പോട്ടെ, എൻ്റെ അച്ഛനെ സാർ എന്തൊക്കെ പറഞ്ഞു, അതല്ല എൻ്റെ പിടി വിട്ടു പോയതെന്ന് ചോദിക്കുക. അതെനിക്ക് സഹിച്ചില്ല, അതുകൊണ്ടാണ് അപ്പോഴാണ് ഞാൻ കൈവയ്ക്കാൻ നോക്കിയത്. ഇവർ പിടിച്ചു മാറ്റിയത് ഭാഗ്യമായിപ്പോയി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കിട്ടിയേനെ നമ്മുടെ സച്ചി പറഞ്ഞപ്പം. ഓ, ഇപ്പം കൂടി നീ ചെയ്തത് തെറ്റാണെന്ന് നീ അംഗീകരിക്കുന്നില്ല അല്ലേ? എന്നോട് ക്ഷമ ചോദിക്കാനുള്ള മനസ്സ് നിനക്കില്ല എന്ന് പറയുമ്പോൾ ഞാനെന്തിനാ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നത്? നിങ്ങൾ എൻ്റെ അച്ഛനെ പറ്റി തെറ്റായി സംസാരിച്ചു, അപ്പോൾ നിങ്ങൾ എന്നോടല്ല ക്ഷമ ചോദിക്കേണ്ടതെന്ന് സച്ചി ചോദിച്ചപ്പോഴേക്കും ഇയാൾ നിന്ന് ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞ് ചിരിക്കുക. ആ, കൊള്ളാവല്ലോടാ സച്ചി, അപ്പോൾ നിനക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകണമെന്നുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ സച്ചി? ഞാൻ കൈവിട്ടാൽ നിന്റെ കാര്യം എന്താകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇയാൾ. അപ്പം നിങ്ങളെ കണ്ടിട്ടാണോ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്? നിങ്ങൾ കൈവിട്ടാൽ എനിക്കെന്താ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് സച്ചി. ഈ നിൽക്കുന്ന നിങ്ങളുടെ അടിമക്കൂട്ടം പോലെയാണ് ഞാനെന്ന് നിങ്ങൾ കരുതിയോ എന്നൊക്കെ സച്ചി ചോദിക്കുവാണ്. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, നിങ്ങളുടേതെന്നല്ല മറ്റാരുടെ ഔദാര്യം ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് അറിയാമെന്ന് സച്ചി ഇങ്ങനെ ഇയാളോട് വെല്ലുവിളിക്കുമ്പോൾ പിന്നെന്തിനാ നീ ഇവിടെ വന്ന് നിൽക്കുന്നേ എന്ന് അയാൾ ചോദിച്ചു സച്ചിയോട്. നിങ്ങൾക്ക് തരാനുള്ള ഒരാഴ്ചത്തെ വാടക തന്ന് എനിക്ക് വണ്ടി തിരിച്ചു കൊണ്ടുപോകണം. അപ്പോൾ നടുറോട്ടിൽ വെച്ചല്ലേ വണ്ടി പിടിച്ചെടുത്തത്, അത് തിരികെ എടുക്കണം എന്നുള്ള വാശി എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വാശിയൊക്കെ നിൻ്റെ അവിടെ ഇരിക്കട്ടെ. എൻ്റെ കാറ് വാടകയ്ക്ക് ഓടിക്കുന്ന വെറും ഡ്രൈവറായി നിനക്ക് ഇത്രയ്ക്കൊക്കെ വാശി ഉണ്ടെങ്കിലേ കാറിൻ്റെ ഓണറായി എനിക്ക് എന്തുമാത്രം വാശി ഉണ്ടാകൂടാ എന്ന് ചോദിച്ചു. പിന്നെ അതൊക്കെ പോട്ടെ, നീ വന്നത് എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനല്ലേ? അപ്പേ ഞാനേ നിനക്ക് കാറ് തരാം. എൻ്റെ കാലിൽ വീണ് ചെയ്ത തെറ്റിന് ക്ഷമ ചോദിച്ചാൽ നിനക്ക് ഞാൻ കാറ് തരാം എന്ന് ഇയാൾ നമ്മുടെ സച്ചിയോട് പറയുമ്പോൾ സച്ചി ഇയാളെ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് എല്ലാവർക്കും ടാറ്റാ.